തദ്ദേശ തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി ഓടിയ സ്വകാര്യ ബസ്സുകൾക്കും ടാക്സികൾക്കും 3 മാസമായിട്ടും വാടക ലഭിച്ചില്ലെന്ന് പരാതി. സർക്കാർ നിശ്ചയിച്ച താരിഫ് പ്രകാരം നൽകേണ്ട തുക പല സ്ഥലങ്ങളിലും വെട്ടിക്കുറച്ചെന്നും ആരോപണമുണ്ട്. ഇന്ധന വില വർധനയും ചെലവും മൂലം നട്ടം തിരിയുന്ന ഡ്രൈവർമാർക്കും ഉടമകൾക്കും ഇരട്ടി പ്രഹരമായി മാറിയിരിക്കുകയാണ് അധികൃതരുടെ ഈ അനാസ്ഥ. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ ഉദ്യോഗസ്ഥരെ ബൂത്തുകളിലെത്തിക്കാനും പോളിംഗ് സാമഗ്രികൾ കൊണ്ടുപോകാനുമായി വിന്യസിച്ച സ്വകാര്യ ബസ്സുകൾക്ക് സർക്കാർ താരിഫ് പ്രകാരം പ്രതിദിനം 6400 രൂപയാണ് വാടകയായി നൽകേണ്ടത്. തെരഞ്ഞെടുപ്പിനായി വിട്ടുകൊടുത്ത ബസ്സുകൾ പലയിടങ്ങളിലും 3-ാം ദിവസമാണ് തിരികെ നൽകിയതെന്ന് ഉടമകൾ പറയുന്നു. താരിഫ് അനുസരിച്ച് 3 ദിവസത്തേക്ക് 18,300 രൂപ ലഭിക്കേണ്ടതുണ്ടെങ്കിലും പല തദ്ദേശ സ്ഥാപനങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ് വാടക കണക്കാക്കിയതെന്നും ആരോപണമുയരുന്നു. ഒരു ഏറ്റുമുട്ടലിനോ ഒരു തർക്കത്തിനോ അല്ലെ ഒരു വിഷയത്തിനോ ഒന്നും നമ്മൾ തയ്യാറല്ല. ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്ന ആ ബസ്സിൻ്റെ അതിൻ്റെ ഒരു വാടക ഗവൺമെൻറ് നിശ്ചയിച്ച വാടക ഞങ്ങൾക്ക് കിട്ടണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. അത് ജീവനക്കാർക്കും മറ്റുള്ളവർക്കും ഇതിൻ്റെ പൈസ കൊടുക്കേണ്ട കാര്യത്തിന് കൂടി. അല്ലാതെ തന്നെ ഈ ബസ് വ്യവസായം വളരെയേറെ സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിലാണ്. തെരഞ്ഞെടുപ്പിനായി ഓടിയ ടാക്സി വാഹനങ്ങളുടെ വാടകയും ഇതുവരെ നൽകിയിട്ടില്ലെന്നാണ് ഡ്രൈവർമാരുടെ പരാതി. 20 ലിറ്റർ പെട്രോളിനുള്ള തുക മാത്രമാണ് മുൻകൂറായി ലഭിച്ചത്. വാഹനത്തിന്റെ ഇനവും സർവീസ് നടത്തിയ ദിവസങ്ങളും കണക്കിലെടുത്താൽ 4000 രൂപ മുതൽ 15,000 രൂപ വരെ കുടിശ്ശികയുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. നമ്മൾ എന്തെങ്കിലും ഒരു സമരമുറയിലേക്ക് പോവാതെ ഇത് ഇനി മുന്നോട്ട് പോകില്ല. നമ്മൾ വണ്ടി ഒളിപ്പിക്കണോ ഊഴ്ത്തി വെക്കണോ എന്നും കൂടി ചിന്തിക്കുകയാണ്. എന്താ വെച്ചാൽ നമുക്ക് ഓടാൻ കയ്യിൽ നിന്ന് കൊടുക്കാൻ ഡീസലില്ല. അവർ പിടിച്ചു കൊണ്ടുപോയിട്ട് നമുക്ക് ഡീസലെങ്കിലും അടിക്കാനുള്ള പൈസ തരാതെ നമ്മൾ എങ്ങനെ ചെയ്ത് ഓടുക? അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വരുന്ന ഗവൺമെൻറ് സ്റ്റാഫുകളുടെ പേയ്മെൻ്റ് എല്ലാം അതേ ദിവസം വൈകുന്നേരം അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളിത് 2 മാസമായാലും 3 മാസമായാലും 4 മാസമായാലും കിട്ടാത്തൊരവസ്ഥയാണ്. തുക തദ്ദേശ സ്ഥാപനങ്ങൾ വഴി വിതരണം ചെയ്യുമെന്നായിരുന്നു അധികൃതർ നൽകിയിരുന്ന ഉറപ്പ്. എന്നാൽ ഇപ്പോൾ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്ന മറുപടിയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി രാവും പകലും സേവനമനുഷ്ഠിച്ചിട്ടും പ്രതിഫലം നൽകാത്തത് വലിയ അനീതിയാണ്. വാടക കുടിശ്ശിക ഉടൻ തീർപ്പാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് തൊഴിലാളികളുടെ തീരുമാനം. അനീഷ് ദേവസ്യ, 24 കോഴിക്കോട്.